ലവർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ലവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ എൻ്റെ ട്രാജഡീസ് തന്നെയായിരുന്നു. പോട്ടെ, എൻ്റെ എല്ലാ ട്രാജഡീസും ഞാൻ തുറന്നു പറയുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. സെബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏകദേശം ഒരാഴ്ചയോളമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്, കാരണം എൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ശനിയാഴ്ച മാത്രമാണ് ഇപ്പോൾ വീഡിയോസ് വരുന്നത്. പക്ഷെ നമ്മുടെ ആ ലാസ്റ്റ് വീഡിയോക്ക് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ എക്സാം എങ്ങനെയാണ് നടത്തുന്നതെന്നൊക്കെ. ആക്ച്വലി ഞാനത് വീഡിയോ എടുത്തതാണ്, പക്ഷെ നമുക്കത് ഇടാൻ അനുവാദമില്ല. കാരണം ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഡീബാർ ചെയ്യാൻ തന്നെ സാധ്യതയുണ്ട്. കാരണം നമ്മൾ എക്സാം നടക്കുന്ന ഹോളിന്റെ ഫോട്ടോസ്, അതുപോലെ തന്നെ എക്സാം നടക്കുന്ന കോളേജിന്റെ വീഡിയോസ്, ഇതൊന്നും പബ്ലിക്കായിട്ട് പബ്ലിഷ് ചെയ്യാനുള്ള അനുവാദമില്ല. ഞാൻ അതിനു വേണ്ടി യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് വിടും. ഇല്ല പിന്നെ നമ്മുടെ എക്സാം എല്ലാം കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ഏത് കാലത്ത് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നമ്മളിടും. അത് ചിലപ്പോൾ 1, 2, 3 വർഷം വരെ എടുക്കും ചിലപ്പോൾ. കാരണം ഞാനിപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ ആണ് ഫോർത്ത് സെമസ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സെമസ്റ്ററിന്റെ എക്സാം ആണ് കഴിഞ്ഞ്. അപ്പോൾ 6th സെം 6 സെം വരെ ഉണ്ട്. അപ്പോൾ ഈ 6 സെമ്മിന്റെ എക്സാം കഴിഞ്ഞ് അതിന്റെ വാലുവേഷനും കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വന്ന് സപ്ലൈ ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട്, സപ്ലൈ ഇല്ലേല് നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇപ്പൊ എടുത്ത വീഡിയോ സ്റ്റോക്ക് ആക്കി വെക്കും. കാരണം കോവിഡ് സമയത്ത് എങ്ങനെയാണ് എക്സാം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ഇച്ചിരി ക്രിട്ടിക്കലായുള്ള രീതിയിലാണ് നടക്കുന്നത്. ഞാൻ അതിനുവേണ്ടി നമ്മുടെ യൂണിവേഴ്സിറ്റിയെ സമീപിച്ചിട്ടുണ്ട്. കുറച്ച് നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല എക്സാംസ് നടക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നു. അതെന്തായാലും അവിടെ വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ നമ്മള് വീഡിയോ എന്ന് പറയുന്നത് Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെക്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ എന്റെ ഈ ഫേസ് മാത്രം കണ്ടു മടുത്തെന്നറിയാം. എന്നാലും നമ്മൾ അടുത്ത വീഡിയോ വെറൈറ്റി ഒരു വീഡിയോ ആയിരിക്കും. കുക്കിംഗ് വീഡിയോ പ്ലാൻ ചെയ്യുന്നുണ്ട്, കുക്കിംഗ് വീഡിയോ ആയിരിക്കും. അപ്പോൾ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ സെബ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പ് താൽക്കാലികമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ റിമൂവ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെയും എല്ലാ വീഡിയോയുടെയും താഴത്തേക്കും ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മുടെ ഗ്രൂപ്പിൽ കുറെ അൺയൂഷ്വൽ ആയിട്ടുള്ള കുറെ ഇത് വരുന്നുണ്ട്. നമ്മൾ ഗ്രൂപ്പ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമുക്ക് മീൻസ് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള ചർച്ചകളെ കുറിച്ചും അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടന്റ് കിട്ടുവാണെങ്കിൽ അതും എല്ലാം ആയിരുന്നു. പക്ഷെ ഇത് ഓരോരുത്തരും വന്ന് കയറും, അവർ അൺയൂഷ്വൽ ആയിട്ട് പെരുമാറും, നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ അതിനെതിർത്ത് സംസാരിക്കും. അങ്ങനെ വന്ന് കുറെ കുറച്ച് പൊട്ടൽ ചീറ്റിലൊക്കെ ഉണ്ടായി. അപ്പൊ ആരാന്നൊന്നും അറിയാതെയാണ് നമ്മൾ ഗ്രൂപ്പിൽ കയറുന്നത്. അപ്പൊ ആ ഗ്രൂപ്പ് നമ്മൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഗ്രൂപ്പ് നമ്മൾ റിമൂവ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ അയക്കുക. നല്ല കിടിലൻ ചൂടാണ്. മനുഷ്യൻ ചൂടെടുത്ത് പോകുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അന്ന് രാവിലെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പോസ്റ്റ് എന്ന് പറയുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയുടെ പ്ലാനിങ്ങിലാണ്. അതിന് നിങ്ങളുടെ അഭിപ്രായം വേണം. എന്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞതിന് ശേഷം, എന്റെ പരീക്ഷയെല്ലാം നിലവിൽ കഴിയുന്നത് 21 ഡിസംബർ ആയിരിക്കും. അപ്പൊ 22 മുതൽ 30-ാം തീയതി, ഡിസംബർ 30-ാം തീയതി വരെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 സ്ഥലമാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഒരു വലിയ കൺഫ്യൂഷനിലാണ്. പ്ലാൻ ചെയ്യുന്ന പറഞ്ഞാൽ ലേയും ഗോവയാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ലേയിലേക്ക് പോകാൻ താല്പര്യം, മീൻസ് ലേയിലേക്ക് പോകണമെന്ന് പറയുന്നവരുടെ ശതമാനം 75-ഉം ഗോവയിലേക്ക് പോകണമെന്ന് പറയുന്നവരുടെ ശതമാനം 25-ഉമാണ്. അപ്പൊ അതുപോലെ തന്നെ വലിയൊരു ചെലവ് വരുന്ന ഒരു യാത്രയാണ് ലേയിലേക്ക് പോവുക അല്ലെങ്കിൽ ഗോവയിലേക്ക് പോവുക എന്നുള്ള. എന്റെ അതിന് മാത്രമുള്ള പൈസ ഇല്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ പോകും, നമ്മള് ബസ്സിനായാലും എങ്ങനെയായാലും നമ്മൾ ചെല്ലും. പക്ഷെ ആ യാത്രയ്ക്ക് ഒരു കംഫർട്ടബിലിറ്റി കിട്ടത്തില്ല. അപ്പൊ ഞാൻ അതിന് സ്പോൺസേഴ്സിനെ തേടുന്നുണ്ട്. ഞാൻ 3-4 പേരോട് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ചെറിയൊരു എമൗണ്ട് ആയാലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ട് ഞാൻ നമ്പരും കൊടുത്തേക്കാം. അതിൽ വാട്സപ്പ് ചെയ്യുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റേസർ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു മച്ചാനാണ്. ഒന്നാമത്തെ ചോദ്യം, ലവർ ഉണ്ടോ?
ഞാൻ അതിന്റെ ആൻസർ കുറച്ച് കഴിഞ്ഞ് പറയാം. രണ്ടാമത്തെ, ചാനൽ തുടങ്ങാനുള്ള കാരണം. ആക്ച്വലി ചാനൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ 3 വർഷം മുമ്പ് ടെക് ട്രാവൽ ഈറ്റ് ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ചാനൽ തുടങ്ങിയതാണ്. അന്ന് എന്റെ ചാനലിന്റെ പേര് ഈറ്റ് ട്രാവൽ ടെക് എന്നായിരുന്നു. വൻ പരാജയമായിരുന്നു ആ വീഡിയോസൊക്കെ. ഞാൻ അതിന്റെ ഒരു വിശദീകരിച്ചുള്ള ഒരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ചാനൽ ഞാൻ ചുമ്മാ തുടങ്ങിയതായിരുന്നു 3 വർഷം മുമ്പ്. പക്ഷെ അന്ന് ഞാൻ കണ്ടിന്യൂസ്ലി വീഡിയോ ഇട്ട് പോകുമായിരുന്നെങ്കിൽ ഇന്ന് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സും നല്ലൊരു മോണിറ്റൈസേഷൻ ഒക്കെ ആയി നല്ലൊരു എമൗണ്ട് യൂട്യൂബിൽ നിന്ന് കിട്ടുമായിരുന്നു. അതെല്ലാം പോട്ടെ. അപ്പൊ അതാണ് ചാനൽ തുടങ്ങാനുള്ള കാരണം. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ചാനൽ വെറുതെ തുടങ്ങി. പക്ഷെ ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ വീട്ടിൽ ബോറടിച്ചിരുന്നപ്പോഴാണ് ചാനൽ എന്നൊന്ന് പൊടി തട്ടി എടുത്തേക്കാന്ന് വിചാരിച്ച് പിന്നെ റീസ്റ്റാർട്ട് ചെയ്തത്. എറണാകുളം പെരുമ്പാവൂരിൽ വരുമോ? തീർച്ചയായിട്ടും എറണാകുളം പെരുമ്പാവൂർ വരുമ്പോൾ റേസർ ഗെയിമിന് ഞാൻ മെസ്സേജ് ചെയ്യുന്നതായിരിക്കും വാട്സപ്പിൽ. അഡോണിൻസ് ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ഹൗസ് ടൂർ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഞാൻ. ഗീവവേയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അച്ചൂസ് ബ്ലോഗ് ആണ് പറഞ്ഞേക്കുന്നത്. ഗീവവേയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ 19 തീയതി വൈകിട്ട് 12 മണി വരെയാണ് അതിന് ടൈം. ഡിസംബർ 20 തീയതി നമ്മൾ ഗീവവേ വിന്നറിനെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അച്ചൂസ് ബ്ലോഗ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ട്രാവൽ ആൻഡ് ഫുഡ് ചെയ്യാൻ. തീർച്ചയായിട്ടും അത് ചെയ്യുന്നതായിരിക്കും. ഹൗ ഡു യു നോ ഫ്ലൈ ഫോക്സ് എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് എന്റെ ഒരു കസിൻ ഉണ്ട്, അച്ചു ഐവിൻ എന്ന പേര്. അപ്പൊ അച്ചു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അവന്റെ ഫ്രണ്ട്സ് ആണ് ഈ ഫ്ലൈ ഫോക്സ് എന്റർടൈൻമെന്റ് കുര്യനും സാവിയോ. അപ്പൊ അങ്ങനെയാണ് അവരെ പരിചയം. ദിലീപ് ഏട്ടൻ ചോദിച്ചേക്കുന്നത്, കമന്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും ഒരു ലൈക്കിൽ ഒതുക്കാതെ കഴിവതും എന്തെങ്കിലും മറുപടി നൽകുക. നമ്മുടെ എബിൻ ചേട്ടന്റെ കമന്റ് ബോക്സിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ കമന്റ് ചെയ്യുന്നവർക്ക് ഞാൻ എപ്പോഴും റിപ്ലൈ കൊടുക്കാൻ റിപ്ലൈ മെസ്സേജ് ഞാൻ എല്ലാവർക്കും കൊടുക്കും. കാരണം നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരു കമന്റിന് നമുക്ക് റിപ്ലൈ തരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് മാർവൽ ഹീറോ? ഞാൻ കട്ട മാർവൽ ഫാനൊന്നുമല്ല. മാർവലിന്റെ എല്ലാ സീരീസും കാണും ഞാൻ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഹീറോ ഒന്നുമില്ല, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ഓട്ടോമോട്ടീവ് സെക്ഷൻ ചാൾസൺ സണി. ഓട്ടോമോട്ടീവ് മീൻസ് ഓട്ടോ, ഈ കാറുകൾ വണ്ടികൾ സംബന്ധിച്ചുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. ഇത്രയും ആത്മവിശ്വാസം ധൈര്യം എങ്ങനെ കിട്ടി? എല്ലാ വീഡിയോയിലും ഒരേ പവറാണ്. താങ്ക് യു സോ മച്ച് ദിലീപ് ഏട്ടാ. ഇത്ര ആത്മവിശ്വാസവും ധൈര്യവും എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഭയങ്കര സംഭവമാണ്. അതിന്റെ വീഡിയോ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഞാൻ അതിന്റെ ഒരു ചെറിയ ഹിന്റ് പറയാം. പിന്നെ നമ്മളോട് ചോദിക്കുന്ന ട്രാവൽ വീഡിയോസ് ചെയ്യാൻ. പിന്നെ ഞാനൊരു വലിയ ബിഗ് ഇൻസ്പിറേഷൻ ആയെന്ന് ഡ്രൈ മൂഡ് പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് ട്രാവൽ വീഡിയോസ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. വേറൊരു 3-4 പേര് നമുക്ക് വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് രൂപേണ ചോദിച്ചിട്ടുണ്ട്. അത് ഞാനിപ്പോ പറയാം. ഒരു യൂട്യൂബർ ചോദിച്ചിട്ടുണ്ട്, മാസ്റ്റർ ടെക് ബൈ ഡോണി എന്ന് പറയുന്ന സഞ്ജീവ് മാത്യു. ചെറിയ ചെറുക്കനാണ്, അതിരമ്പുഴക്കാരനാണ്. അവനൊരു 10-12 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മൾ ആൻസർ പറയാം. ഞാൻ വിചാരിച്ച കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആ വീഡിയോയ്ക്ക് താഴെ വരുമെന്നാണ്, പക്ഷെ അത് സംഭവിച്ചില്ല. അപ്പോൾ 3-4 പേര് നമുക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ചാനൽ തുടങ്ങാനുള്ള കാരണം ആര്, ഇൻസ്പിറേഷൻ ആര്? ചാനൽ തുടങ്ങാൻ എനിക്ക് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഫിഷിംഗ് ഫ്രീക്സ് ഉണ്ട്, ടെക് ട്രാവൽ ഈറ്റ് ഉണ്ട്, അങ്ങനെ നിരവധി പേരുണ്ട്. എനിക്ക് ഇൻസ്പിറേഷൻ വന്നത് ടെക് ട്രാവൽ ഈറ്റ്, അതുപോലെ തന്നെ അൺബോക്സിംഗ് തെറാപ്പി, ഇംഗ്ലീഷ് വീഡിയോ ചെയ്യുന്ന ഒരു പ്രമുഖ യൂട്യൂബറാണ്. ജബിചാറിന്റെ വീഡിയോ കാണുന്നതുകൊണ്ട് ഒരു 1.5 വർഷം ആവുന്നതേ ഉള്ളൂ. സെബ്ലോഗ്സ് എന്ന നെയിം ഇടാൻ കാരണം എന്ത്? എന്റെ പേര് എബിൻ സെബാസ്റ്റ്യൻ. കുറേ കൂട്ടുകാര് സബ്സ്ക്രൈബേഴ്സ് നമ്മളെ സെബിൻ ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. എന്റെ ആക്ച്വലി പേര് എബിൻ എന്നാണ്. ഈ സെബ് എന്നുള്ള നെയിം വന്ന് നമ്മുടെ നിങ്ങൾ ആ മറ്റേ ചിക്കൻ വറ്റിച്ച വീഡിയോ ഒക്കെ അത് കാണുന്നതിനകത്ത് ടിൻ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്. ടിൻ ചേച്ചിയുടെ ഹസ്ബൻഡ് രാഹുൽ ഏട്ടായും കൂടെയാണ് സെബാനെ എന്ന് ആദ്യം വിളിക്കുന്നത്. അതായത് എബിൻ സെബാസ്റ്റിന്റെ സെബാൻ. ചേട്ടൻ എഡിറ്റ് ചെയ്യാൻ, അങ്ങനെയാണ് സെബ്ലോഗ്സ് എന്നുള്ള നെയിം വന്നത്. അതിന് മുമ്പുണ്ടായിരുന്നത് ഈ ട്രാവൽ ടെക് എന്നായിരുന്നു.
ചേട്ടൻ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏതാണ്, എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓർ ലാപ്ടോപ്പ് ഏത്? ഞാൻ എഡിറ്റ് ചെയ്യുന്നത് iMoviesലും ഇൻഷോട്ടിലുമാണ്. പിന്നെ ഇടയ്ക്ക് വീഡിയോ ലീപ്പ് എന്ന് പറയുന്ന ഒരു ആപ്പിലും യൂസ് ചെയ്യും. ആപ്പിളിൽ iOSലുള്ള സോഫ്റ്റ്വെയർസ് ആണ്. ഇൻഷോട്ട് എല്ലാത്തിലും അവൈലബിൾ ആണ്. വീഡിയോ ലീപ്പിന്റെ എനിക്ക് അറിയത്തില്ല. iMovies ആപ്പിളിന്റെ തന്നെയാണ്, ആപ്പിളിന്റെ തന്നെ സോഫ്റ്റ്വെയർ ആണ്, ഓൺ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ഐഫോണിൽ തന്നെയാണ് എഡിറ്റിംഗ് എല്ലാം ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട യൂട്യൂബ് ചാനൽ, ഇഷ്ടപ്പെട്ട ബ്ലോഗർ ഏത്? അത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയ ചോദ്യമാണ് സഞ്ജീവ് ചോദിച്ചത്. ഇഷ്ടപ്പെട്ട യൂട്യൂബർ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. എനിക്ക് എല്ലാം എന്റെ ഒരു ഡെയിലി റുട്ടീൻ നോക്കുവാണെങ്കിൽ ഒരു 7.5 hours ഞാൻ യൂട്യൂബിന് വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, യൂട്യൂബ് വീഡിയോസ് കാണാൻ തന്നെ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് വളരെ കൺഫ്യൂഷനാണ്. ഞാൻ എല്ലാവരുടെ വീഡിയോസും കാണുന്നതാണ്, എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. ചാനൽ തുടങ്ങുമ്പോൾ നെഗറ്റീവ് കമന്റ് ഉണ്ടായോ? തീർച്ചയായിട്ടും നെഗറ്റീവ് വേണം. നമ്മൾ പോസിറ്റീവായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും നെഗറ്റീവും വേണം. അപ്പൊ നെഗറ്റീവ് വന്ന കമന്റ്സ് എല്ലാം ഞാൻ ആദ്യം വിഷമിച്ചു. ഇപ്പോ പോട്ടെ, നെഗറ്റീവ് വരുമ്പോഴേ നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നത്. അവന്മാർ പറയുന്നതിന്റെ എതിരെ നമുക്ക് പ്രവർത്തിക്കാൻ ഒരു മനസ്സുണ്ടാവും. ഒരു 100 പേര് അയക്കുന്നതിൽ 10 പേര് നെഗറ്റീവ് ആകണം. നെഗറ്റീവ് ആയില്ലേലാണ് നമുക്ക് വിഷമം ഉണ്ടാവുന്നത്. ഒരു 1K ലൈക്ക് അടിക്കുമ്പോൾ ഒരു 100 ഡിസ്ലൈക്കും കൂടെ വേണം, എന്നാലേ ഉള്ളൂ നമ്മുടെ ചാനലിന് വളരത്തുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ചേട്ടന് ഇഷ്ടപ്പെട്ട ഡ്രീം ഫോൺ ഏതാണ്? എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രീം ഫോണിൽ തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, iPhone 11 Pro Max. എനിക്ക് ഇനിയിപ്പോൾ വേറെ ഡ്രീം ഫോണൊന്നും ഇല്ല. ഇഷ്ടപ്പെട്ട ഡ്രീം വെഹിക്കിൾ ഏതാണ്? എന്റെ ഇഷ്ടപ്പെട്ട ഡ്രീം വെഹിക്കിൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് ഒരു 3 ആഴ്ച കഴിയുമ്പോൾ വീട്ടിൽ വരും. അത് ഞങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം വെഹിക്കിളാണ്. അപ്പോൾ വണ്ടി ഏതാണെന്ന് സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. ഡ്രീം വെഹിക്കിൾ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്ന വെഹിക്കിൾ റോയൽ എൻഫീൽഡ് ഹിമാലയ എന്ന് പറയുന്ന വേരിയന്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് വെഹിക്കിളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി. ഇഷ്ടപ്പെട്ട നടൻ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ലാലേട്ടനും മമ്മൂക്കയാണ്. യങ്സ്റ്റേഴ്സിൽ എനിക്ക് എല്ലാ യങ്സ്റ്റേഴ്സ് നടന്മാരെ ഇഷ്ടമാണ്. ആദ്യത്തെ 1K വീഡിയോ ഏതാണ്? എൻ്റെ ആദ്യത്തെ 1K വീഡിയോ എന്ന് പറയുന്നത് പിസ്സ മാക്സിൽ ഒരു 199 ഓഫർ, ഒരു 3.5 മിനിറ്റിന്റെ വീഡിയോ ഞാനും ബിബിനും കൊടുത്ത് ചെയ്ത വീഡിയോ ആണ് 1K ആദ്യമായത്. ഇപ്പോൾ എവിടെയും വരെ പഠിച്ചു? ഇപ്പോൾ ഞാൻ BA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ 4th സെമസ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരോട് പറയാൻ 3 കാര്യങ്ങൾ. പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കണ്ടിന്യൂസ്ലി വീഡിയോസ് ഇടുക. നിങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് ഒരു 2 ആഴ്ചത്തേക്ക് വേണ്ട വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോസ് ഇട്ട് തുടങ്ങുക. നല്ല തമ്പനെയിൽ കൊടുക്കുക, നല്ല ടൈറ്റിൽസ് കൊടുക്കുക, നല്ല ടാഗ് ലൈൻസ് കൊടുക്കുക, നല്ല വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുക. ക്യാമറ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഫോണിൽ തന്നെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുക, ഷെയ്ക്ക് ആവാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഷൂട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിഷ്വൽസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്നതിനേക്കാളും നല്ല ഉള്ളത് കൊണ്ട് ചെയ്തു തീർക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഫോണിന്റെ ക്യാമറ കപ്പാസിറ്റി ഒക്കെ നമുക്കറിയാം. എനിക്കറിയാവുന്ന ഒരു ചെറുക്കൻ, അവനറിയാവുന്ന ഒരു മൈക്രോമാക്സിന്റെ ഒരു ഫോണിൽ അവൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫോണിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഒരു 240 അവൻ ഷൂട്ട് ചെയ്യുന്നത്. 240 കണ്ടാൽ പോലും അവൻ അത് ചെയ്യാൻ അവൻ പാഷനേറ്റ് ആണ്. അവൻ ഇതിലെന്ന് പറയുന്നില്ല. അവൻ ഉള്ളത് കൊണ്ട് അവൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ലേലും ആളുകൾ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ കാണുമ്പോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഫോണിൽ കാണുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നല്ല ചൂടാട്ടോ. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 1:15 ഈ വീഡിയോ നിങ്ങൾ കാണുന്ന 6 മണിക്കായിരിക്കും. 2 മണിക്ക് അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോ ആണ്. 1:15 ഷൂട്ട് ചെയ്യുന്നു. ഭയങ്കര ചൂടാണ്. അപ്പൊ അതാണ്. അടുത്ത് അജീഷ് തോമസ് എന്ന് പറഞ്ഞ ഒരാള് ചോദിച്ചേക്കുന്നതാണ്, താങ്കൾ മദ്യപിക്കുമോ സിഗരറ്റ് വലിക്കുമോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപാനം, സിഗരറ്റ് വലി ഇതൊന്നും ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. പരീക്ഷിച്ച് നോക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. മദ്യപിക്കുക, പുകവലിക്കുക അവരവരുടെ ഇഷ്ടമാണ്. അതിന് നമ്മളൊന്നും പറയുന്നില്ല. പക്ഷെ ആൽക്കഹോൾ ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. അതുപോലെ സ്മോക്കിംഗ് കോസസ് ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് അത് അങ്ങനെ എന്തോ അല്ലേ കോട്ട് പറയുന്നത്, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ അത് ടി വി കൂടെ എല്ലാം കണ്ടിട്ടുണ്ട്. മദ്യപിക്കുന്നതിന്റെ കുപ്പിയുടെ പുറത്ത് ഈ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമൊന്നും ഈ സിഗരറ്റിന്റെ കവറിന്റെ പുറത്ത് ഒരു മാതിരി ഒരു വൃത്തികെട്ട ക്യാൻസർ രോഗം പിടിച്ച ഒരു വൃത്തികെട്ട പിക്ചറും കൊടുത്തിട്ടുണ്ട്.
ഇതെല്ലാം കണ്ടിട്ടാണ് മദ്യപിക്കുന്നവരും വലിക്കുന്നതും കുടിക്കുന്നതും എല്ലാം. അപ്പൊ അത് അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടമാണ്. അപ്പൊ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ വലിക്കുകയോ കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ജീവിതത്തിൽ ട്രാജഡീസ് ഉണ്ടായിട്ടുണ്ടോ? ജോർജ് മാത്യു ഫ്രം മലപ്പുറം. ജീവിതത്തിൽ ട്രാജഡീസ് എൻ്റെ ഒരു കാലഘട്ടം മുഴുവൻ എൻ്റെ ട്രാജഡീസ് തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ട്രാജഡീസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ 1K ലൈക്കും ഒരു 10K വ്യൂവേഴ്സ് ആവുന്ന എന്നാണോ അന്ന് ഞാൻ എൻ്റെ എൻ്റെ എല്ലാ ട്രാജഡീസും ഞാൻ തുറന്നു പറയുന്നതായിരിക്കും. അതൊരു വലിയ കോൺട്രവേഴ്സി തന്നെ ആയിരിക്കും. കാരണം ഞങ്ങളുടെ വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഒരു വലിയ ട്രാജഡീസ് ആണ്. അതുപോലെ തന്നെ റേസർ ഗെയിമിങ് ചോദിച്ച വീഡിയോയ്ക്ക് ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ പറയാം. ലവർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ലവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ താൽക്കാലികപരമായിട്ട് ലവർ ഇല്ല. ലവേഴ്സിനെ ക്ഷണിക്കുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, എൻ്റെ ലവർ ആവാൻ താല്പര്യമുള്ളവർ. ഇപ്പൊ ഞാൻ ലവറിനെ അങ്ങനെ ആരെയും ഞാൻ നോക്കുകയൊന്നുമില്ല. എനിക്കിപ്പോ മെയിൻ അംബീഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡിഗ്രി ഫസ്റ്റിൽ എനിക്ക് കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കിടിലം വീഡിയോസ് എനിക്ക് പ്രൊഡക്ഷൻ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക. അത് മാത്രമാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഫസ്റ്റ് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുക. സെക്കൻഡ് എൻ്റെ വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി നല്ല വീഡിയോസ് എനിക്ക് കാഴ്ചവെക്കുക. ഇത് മാത്രമാണ്. അപ്പൊ ഈ ഒരു Q&Aയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്തതിനു ശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി. ഇവിടെ ആരോ അലക്കുന്നുണ്ട്. അപ്പോൾ നല്ല കിടിലൻ ചൂടാണ്. ഈ സമയത്ത് ഇരുന്ന് വീഡിയോ എടുക്കാൻ സാധിച്ച ബിബിനും സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരെ താങ്ക് യു സോ മച്ച്.